കിടങ്ങൂർ, കോട്ടയം ജില്ലയിൽ കിടങ്ങൂർ മുണ്ടക്കൽ മാധവൻ്റെ ജാനകിയുടെയും മകനായി ജനിച്ച ആളാണ്. എൻ്റെ പേര് MM മണി എന്നാണ്. ഞാൻ ചെറിയ വിദ്യാഭ്യാസമേ അറിയിക്കാൻ കഴിഞ്ഞുള്ളൂ അന്നത്തെ കാലത്ത്. 5ാം ക്ലാസ് വിദ്യാഭ്യാസം. അത് കഴിഞ്ഞ് ഹൈ റേഞ്ചിലേക്ക് കുടിയേറി മണ്ണിനോട് മല്ലടിച്ച് കൃഷിയും ദേഹരണവും ചെയ്തു. സഹോദരങ്ങളും അച്ഛനും അമ്മയും ഉള്ള കുടുംബം. അതോടൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. അവ്യക്ത പാർട്ടിയുടെ കൂടെ കൂടി, പാർട്ടി രണ്ടായപ്പോൾ CPIMൻ്റെ കൂടെ കൂടി ദീർഘനാളുകളായി CPIMൻ്റെ പ്രവർത്തകനായി പ്രവർത്തിക്കുക. കുഞ്ചിത്തണ്ണി ബ്രാഞ്ചിൽ തുടങ്ങി ഒരു പഞ്ചായത്തിലെ ലോക്കൽ സെക്രട്ടറിയായി. അത് കഴിഞ്ഞ് 5 പഞ്ചായത്തിലെ ലോക്കൽ സെക്രട്ടറിയായി. അത് കഴിഞ്ഞ് 16 പഞ്ചായത്തിലെ ദേവികുളം താലൂക്ക് കമ്മിറ്റി. അത് കഴിഞ്ഞ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി 27 വർഷം. 8 വർഷം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായും ഇപ്പം 85 മുതൽ ഇപ്പോഴും സംസ്ഥാന കമ്മിറ്റി അംഗമായും പ്രവർത്തിക്കുന്നു. ഉടുമ്പൻചോല മണ്ഡലത്തിലെ ജനപ്രതിനിധിയാണ്. കഴിഞ്ഞ ഗവൺമെൻറ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിൽ വൈദ്യുതി മന്ത്രിയായി പ്രവർത്തിക്കാൻ അവസരം. ഇപ്പം വീണ്ടും മത്സരിച്ചു. ആദ്യം 1709 വോട്ടിന് ജയിച്ചെങ്കിൽ രണ്ടാമത് മത്സരിച്ചപ്പം 38,300. കൊച്ചിലെ മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചപ്പോൾ അന്ന് എനിക്കതേപ്പറ്റി ഒന്നും അറിയില്ല. സാർ, ഇത്രയും നാളത്തെ ഈ ഒരു പ്രവർത്തനം, ഇതിൻ്റെയൊക്കെ ഇടയിൽ എന്തെങ്കിലും രസകരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടോ സാറേ? രസകരവും ഉണ്ട്, ദുഃഖകരവും ഉണ്ട്. നമുക്ക് രസകരവും വേണ്ടത്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പം, 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പം എവിടുന്നോ കേട്ട് ഒരു നല്ല മുദ്രാവാക്യമായിട്ട് എനിക്ക് തോന്നി, ഇൻക്ലാബ് സിന്ദാബാദ്. ഞാൻ കിടങ്ങൂർ വായനശാല സ്കൂളിൽ നിന്ന് സ്കൂൾ വിട്ട് കഴിഞ്ഞ് വീട് വരെ ഇൻക്ലാബ് സിന്ദാബാദ് വിളിച്ചു വീട്ടിൽ പോയി. പിറ്റേ ദിവസം ഈ സ്കൂളിൽ ചെന്നപ്പം സ്കൂളിൻ്റെ അധ്യാപകൻ, എന്നെ പഠിപ്പിച്ച അധ്യാപകൻ, അദ്ദേഹം എൻ്റെ പിതാവിനെയും പഠിപ്പിച്ച ആളായിരുന്നു. മുണ്ടക്കൽ മാധവൻ ശാന്തി എന്ന് പറയും. അദ്ദേഹത്തെയും പഠിപ്പിച്ച ആളായിരുന്നു. അദ്ദേഹം എന്നെ വിളിച്ചു. നീ ഇന്നലെ എന്ത് വിളിച്ചോണ്ടാ പോയെന്ന് ചോദിച്ചു. എനിക്കൊരു പിടിയും കിട്ടിയില്ല. ഞാൻ വിളിച്ചതിൻ്റെ അർത്ഥമൊന്നും അറിഞ്ഞുകൊണ്ടൊന്നും വിളിച്ചതല്ല. എവിടുന്നോ കേട്ട് ഇങ്ങനെ ഇൻക്ലാബ് സിന്ദാബാദ്. അത് നല്ല രസകരമായി പയ്യനായിരുന്ന എനിക്ക് എൻ്റെ മനസ്സിനെ സ്വാധീനിച്ചു. അതാണ് ഞാൻ വിളിച്ചത്. എനിക്കിട്ട് ഒരു ഡസൺ അടി അടിച്ചു സൂര്യന്. കാരണം അന്ന് സാർ അടിച്ചതിന് കുറ്റപ്പറയാൻ പറ്റുകയില്ല. പിന്നീട് പാർട്ടിയുടെ ചരിത്രമൊക്കെ പഠിച്ചപ്പോഴാണ്, അന്ന് പാർട്ടിയെ നിരോധിച്ചിരിക്കുമ്പോഴാണ് ഞാനങ്ങനെ അന്ന് മുദ്രാവാക്യം വിളിച്ച് ഇൻക്ലാബ് വിളിച്ചാൽ എൻ്റെ അച്ഛനെയും അമ്മേനെയും പോയി അന്നത്തെ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് മർദ്ദിച്ച് ശരിയാക്കുന്ന നിലയാണ്. അന്ന് പാർട്ടിയെ നിരോധിച്ചിരിക്കുക നിയമവിരുദ്ധമാണ്. എനിക്കതൊന്നും അറിയില്ല. ഒരു ഇമ്പം തോന്നി. അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കിയല്ല ഇൻക്ലാബ് സിന്ദാബാദ് വിളിച്ചത്. ഏതായാലും ആ അടിയുടെ ചൂട് കൊണ്ട് എൻ്റെ മാതാപിതാക്കൾ ഇടുക്കിയിൽ കുഞ്ചിത്തണ്ണി എന്ന പ്രദേശത്തേക്ക് കുടിയേറി. ഞാൻ 5ാം ക്ലാസ് പഠിക്കാനേ അന്ന് എനിക്ക് അവസരം കിട്ടിയുള്ളൂ. പിന്നെ കൂടുതൽ പഠിപ്പിക്കാമെന്ന് പറഞ്ഞാലും എനിക്ക് താല്പര്യം തോന്നില്ല. ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഒഴിവായി. പിന്നെ കൃഷി, ദേഹണ്ണം, പിന്നെ കർഷക സംഘം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം, സമരം, ബഹളം, അടി, കേസ്. ഇടുക്കി ജില്ലയുടെ പുരോഗതിക്ക് എന്നെ കഴിയുന്ന സേവനം, മറ്റുള്ളവരോടൊപ്പം നിന്ന് റോഡും പാലും എല്ലാ കാര്യങ്ങളിലും, മലയോര കൃഷിക്കാരുടെ പ്രശ്നങ്ങളിൽ കുടിയൊഴിപ്പിക്കലും ഭീഷണിയും വന്നപ്പം അവരോടൊപ്പം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിന്നു. ഞാൻ അതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചു. ഇക്കാലം എത്രയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പമാണ്. ഇതിൽ നിന്ന് തന്നെ മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അന്നുകൊണ്ട് അടിയുടെ ചൂടുകൊണ്ട് ഞാൻ ഇന്നും ഇൻക്ലാബ് സിന്ദാബാദ്. ആ 7 വയസ്സുകാരൻ ആ ഇൻക്ലാബ് വിളിച്ച് ആ തല്ല് കൊണ്ടുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് ഇങ്ങനെ ഒരു മണിയാച്ചാനെ കിട്ടി. എനിക്ക് ഒരു കാര്യമാണ് നിർബന്ധമായ ഒരു കാര്യം. ഒന്ന്, തോന്നുന്ന അഭിപ്രായങ്ങൾ ഞാൻ പറയും. അത് ചിലപ്പം ചിലത് പാളിപ്പോയി, ചിലപ്പം സത്യവുമാണ്. അതുകൊണ്ട് തന്നെയാണ് സാറേ ഞങ്ങൾ സാറിനെ കുറിച്ച് അധികം ഞങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും ഇടുക്കിയുടെ മുത്തെന്ന് ഞങ്ങൾ ആദ്യം പറഞ്ഞത് അതുകൊണ്ട് തന്നെ. ആ മുത്തോന്നൊക്കെ സാറിനെ ഇങ്ങനെ ഞങ്ങൾ മിമിക്രിക്കാരുടെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ സാറിന് വിഷമം വല്ലതും തോന്നുന്നില്ല? എനിക്കൊന്നുമില്ല. എനിക്ക് വലിയ സന്തോഷമാണ്. സാറേ, ഹൈ റേഞ്ചിലേക്ക് കയറില്ലേ സാർ? സാർ പറഞ്ഞല്ലോ ഫാമിലി ആയിട്ട് ഇവിടെ നമുക്ക് പോയല്ലോ. ഇപ്പോൾ അന്നത്തെ എൻ്റെ കാലത്തെ ചെറുപ്പകാലത്ത് ഒരു ചുമടെടുത്ത് കുഞ്ചിത്തണ്ണി കൊണ്ടുവച്ചാൽ 5 രൂപ കിട്ടുക, 10 രൂപ കിട്ടുക, ഞാൻ ചുമടെടുത്ത് അവിടെ കൊണ്ടുവെക്കും. അല്ല, അന്ന് ഈ ചുമടെടുത്തോണ്ട് പോകുന്ന സമയത്ത് ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ സാർ? എന്നെ പ്രണയിച്ചിട്ടൊക്കെ ഉണ്ട്. ഞാൻ പ്രണയിച്ചിട്ടുണ്ട്. അപ്പൊ ആ കഥ വരട്ടെ. അതൊന്നും പറഞ്ഞിട്ട് എനിക്ക് കാര്യമില്ല. അതെല്ലാം കഴിഞ്ഞു പോയ കാര്യമാണ്.